ഹായ് അമ്മി, ഞാൻ സെനോബിറ്റിസിൻ്റെ ഇന്ദുവാണ്. ഇന്നത്തെ ഒരു വീഡിയോ ഫസ്റ്റ് ഞാൻ നിങ്ങളൊരു വീഡിയോ കാണിക്കാം. ആദ്യം ആ ഒരു വീഡിയോ നിങ്ങൾ കാണുക, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. ഈ കാണുന്ന വീഡിയോ ഇതിൽ കാണുന്ന ബോയ്സ് കൊറിയൻ ബോയ്സ് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ കാണുന്ന ഒരു ഷോ എന്ന് പറയുന്നത് കൊറിയൻ നടന്നിട്ടുള്ളതല്ലെന്നും ഏകദേശം K-pop വ്യൂവേഴ്സിന് മനസ്സിലാവും. അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് തായ്ലൻഡിലെ പട്ടായ എന്ന് പറയുന്ന സ്ഥലത്ത് നടത്തുന്ന ഒരു ഓഷ്യൻ സ്കൈ സെലിബ്രേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമാണ്. പ്രോഗ്രാം മീൻസ് ഇതൊരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റ് ആണ്. കടലിൽ നടുക്ക് വെച്ചിട്ട് ഒരു ഷിപ്പിൽ വെച്ചിട്ടാണ് നമ്മളൊരു പാർട്ടി കൂടുന്നെങ്കിൽ അതിൽ ഫ്ലോട്ടിംഗ് പാർട്ടി, അതല്ലെങ്കിൽ ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്, ഫുഡ് ആണെങ്കിൽ അങ്ങനെ ഇതൊരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റ് ആണ്. ഇതിൽ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റ് ഉണ്ട്, അതുപോലെ ഇതിൽ ബാറുണ്ട്, അതുപോലെ തന്നെ എന്താ പറയുക, ഇതിനകത്ത് തന്നെ നമുക്ക് ഒരുപാട് മ്യൂസിക് ഷോസ്, അതുപോലെ തന്നെ ഡാൻസ്, ഓരോ ട്രൂപ്പുകളുടെ ഡാൻസ് ഷോസ്, ഇതെല്ലാം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഈ ഒരു വീഡിയോ ഇതിപ്പം BTSന്റെ ആർമിയായി എനിക്കിപ്പോൾ ഈ തായ്ലൻഡ് ബോയ്സിൻ്റെ വീഡിയോയ്ക്ക് റിയാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ബോയ്സിൻ്റെ ഈ ഡാൻസ് എന്ന് പറഞ്ഞാൽ അതിന് മാച്ചോ ഡാൻസ് എന്നൊക്കെ പറയാറുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ മാച്ചോ ബോയ്സ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കപ്പെടുന്ന ഒരു കാറ്റഗറിയാണ്. തായ്ലൻഡ് രാജകുമാരന്മാരെന്നൊക്കെയാണ് ഇവരെ വിളിക്കുന്നത്. അതായത് നമ്മുടെ നാട്ടിലൊരു ടൈപ്പ് ഓഫ് ബാർ ഡാൻസ് ഒക്കെ ഇല്ലേ, അതുപോലെ തന്നെ അവിടെയും നടത്തുന്നതാണ്. ബോയ്സും ഗേൾസിൻ്റെതായ എന്താ പറയുക ഷോസ് ഉണ്ട്, ഈ ക്യാബറ പോലെയുള്ള പരിപാടികളുണ്ട്. ഇത് പോരാതെ അവിടെ ബോയ് പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. അതൊക്കെ ഇന്ത്യയിലെന്ന് പറയുന്നത് അതൊക്കെ ഒരു സ്മോൾ പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ. പക്ഷേ തായ്ലൻഡ് എന്ന് പറയുന്ന ഒരു രാജ്യത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ, നമ്മൾ സന്തോഷ് കുളങ്ങരയുടെ ഒരു വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ആ ഒരു രാജ്യത്തിൻ്റെ ഒരു വളർച്ച സമ്പത്ത് എന്നൊക്കെ പറയുന്നത് തന്നെ സ്പായ, മസാജിങ് സെൻറ്റേഴ്സ്, അതുപോലെ തന്നെ ബ്രോത്തൽ, ഇതൊക്കെ കൂടിയാണ്. അവിടെ എന്ന് പറഞ്ഞാൽ അവരുടെ തൊഴിലിൻ്റെ ഭാഗമാണ്. ഒരു കാറ്റഗറി ഓഫ് ലേഡീസ് അല്ലെങ്കിൽ ജെൻസ് ഈ ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. അത് ആ രാജ്യത്തിൻ്റെ കൾച്ചറാണ്. കഴിഞ്ഞ ദിവസം ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു ഇന്ത്യൻ ഗേൾ ഒരു വീഡിയോ എടുത്തു. അതിപ്പോൾ അത്യാവശ്യം കണ്ടു കഴിഞ്ഞാൽ നമ്മളെപ്പോലെ നോർമലായിട്ട് ഗേൾസ് ചിലപ്പോൾ അത് എന്നെ സംബന്ധിച്ചിട്ട് അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ല. അതിന് മെയിനായിട്ട് വന്നേക്കുന്ന കമൻറ്റ്, ഒന്ന് ഇന്ത്യൻ ഗേൾസ് ഭയങ്കരമായിട്ട് ഇത് കണ്ടേച്ച് കിടന്നെങ്കിൽ ഭയങ്കര സന്തോഷം, ആ ഗേള് ഭയങ്കര ലക്കിയാണ്, അവൾക്ക് അതിനുള്ള ഭാഗ്യമുണ്ടായി, അവൾ അത്രയും, എനിക്കും അതേ സ്ഥലത്ത് പോകണം. തായ്ലൻഡ് പട്ടായയിലെ ഈ ഒരു ഓഷ്യൻ സ്കൈ എന്ന് പറഞ്ഞ സെലിബ്രേഷനിൽ ഇത്രയും ബോയ്സ് ഹോട്ടായിട്ട് വന്ന് ഡാൻസ് കളിക്കുന്നു. അതിനിടയ്ക്ക് അവരുടെ ഷർട്ട് അവർ റിമൂവ് ചെയ്യുന്നു, ചിലപ്പോൾ അവർ പാൻസ് റിമൂവ് ആയിരിക്കും. ഇതിൽ ചിലപ്പം തായ്ലൻഡിൽ ഡ്രാമയിൽ അഭിനയിക്കുന്ന ബോയ്സ് ഉണ്ടാവാം. ഈ കൂട്ടത്തിൽ ഇങ്ങനെ ക്യാമറ ഡാൻസ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഹോട്ടായിട്ട് ഭയങ്കര. ഇപ്പം ഫാമിലി ആയിട്ടുള്ളവർ അതിലുണ്ടാവാം, അല്ലെങ്കിൽ സിംഗിളായിട്ട് വരുന്നവരുണ്ടാവാം, കപ്പിളായിട്ടുള്ളവരുണ്ടാകാം, സ്റ്റുഡൻസ് ഉണ്ടാവും. ഇവരൊക്കെ കാണിക്കുക കിടന്നിട്ട് ഈ ഒരു ഷോയാണ് ഇവിടെ കാണിക്കുന്നത്. ഒരിക്കലും ആ രാജ്യത്ത് ഞാൻ താത്തിട്ട് പറയുമില്ല. ആ ഒരു ഷോയുടെ അകത്ത് വന്നിട്ട് ഇന്ത്യൻ ഗേൾസ് ഇതിൽ പങ്കെടുത്തു എന്ന് പറയുന്നത് ഒരു വലിയ തെറ്റായിട്ട് കാണുന്ന ഒരു വിഭാഗം ഇന്ത്യൻ ജനത അതിനടി കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ ഗേൾസൊക്കെ ഇത്രയും ഇന്ത്യയുടെ കൾച്ചർ മറന്നോ, എന്താണ് ഈ ഒരു രീതിയിലേക്ക് പോയത്, ഭയങ്കര ബാഡായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു കാറ്റഗറി. അപ്പം ഈ പറയുന്ന 2K 90s എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിൽപ്പെട്ട കുറച്ച് പേര് മാത്രം അതിലേക്ക് ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇറ്റ്സ് കില്ലിങ്, ഇറ്റ്സ് ടണ്ണിങ്, ഇറ്റ്സ് ഹോട്ട്, സെക്സി, അതുപോലെ തന്നെ എന്താ പറയുന്നത്, ഐ വാണ്ട് ദാറ്റ് ബോയ്, എനിക്ക് ഈ ട്രീറ്റ്മെൻറ്റ് വേണം. പിന്നെ ഈ ഒരു വീഡിയോ ഇവിടെ റിയാക്ട് ചെയ്യാനുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഞാനൊരു കമൻറ്റ് കണ്ടു. ഇത് BTSന്റെ ജിമിനാണ്, ജങ്കുക്കാണ്, BTS ആണ്, BTS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോയ് പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ കമൻറ്റ് ഇട്ടവരോടൊക്കെ ചോദിക്കുന്നത് BTS കൊറിയ എന്നുള്ള കാര്യം നോർമലി അറിയാം. പിന്നെ ഈ സംഭവമൊക്കെ നടക്കുന്നത് തായ്ലൻഡിലാണ്. BTSനും തായ്ലൻഡുമായിട്ട് പ്രത്യേകിച്ച് വലിയ ബന്ധമൊന്നുമില്ല. പോയിന്റ് ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. BTS ഭയങ്കരമായിട്ട് എക്സ്പോസ് ചെയ്യുന്നുണ്ട്. BTS ഇതുപോലെ എന്താ പറയുക, വീഡിയോസിലും കാര്യങ്ങളിലും ഇപ്പം ഈ കണ്ട തായ്ലൻഡിലെ പട്ടായയിലേക്ക് ഇങ്ങനത്തെ ഷോസിലൊക്കെ BTS വന്നിട്ട് പക്കായിട്ട് എക്സ്പോസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമില്ല. അത് കേട്ടിട്ടാൽ ഞാൻ നേരെ പോയത് ക്രോമിലോട്ടാണ്. BTS എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്കറിയാം. നമ്മൾ BTSനെ കാണാൻ തുടങ്ങിയിട്ട് ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയില്ല, കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നതാണ്. അവരിങ്ങനെ എക്സ്പോസിങ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതേപടി വിശ്വസിക്കാനായിട്ട് ഞങ്ങളുടെ ആർമി മണ്ടന്മാരല്ല. പിന്നെ എന്നാലും നിങ്ങൾക്കൊരു തെളിവ് വേണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു സ്ക്രീൻഷോട്ട് കൊടുക്കാം. ഞാൻ നേരെ പോയി ക്രോമിൽ പോയിട്ട് തപ്പിയ കാര്യമാണിത്. BTS എന്ന് മുതലാണ് എക്സ്പോസ് ചെയ്യാൻ തുടങ്ങിയെന്ന് എനിക്കതറിയാം, എന്നാലും ഞാൻ നോക്കി. നിങ്ങൾ ഈ സ്ക്രീൻഷോട്ട് ഒന്ന് വായിച്ച് നോക്കണം, ഇതിൽ എന്തുവാ എഴുതിയിട്ടുള്ളതെന്ന്. കേട്ടല്ലോ, ഇന്ന് വരെ BTS എന്ന് പറഞ്ഞ ബോയ് മ്യൂസിക് ബാൻഡിനെ സംബന്ധിച്ച് അവരെ എക്സ്പോസ് ചെയ്യാൻ നിന്നിട്ടില്ല, ഇതുവരെ എക്സ്പോസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ മിലിറ്ററി സേവനങ്ങൾക്ക് ശേഷം അവരുടെ സോളോ പെർഫോമൻസിൽ അത്യാവശ്യം ഹോട്ടായിട്ട് അവർ പ്രത്യക്ഷപ്പെടുന്നുണ്ട്.
അതെന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ പറയുന്ന കൊറിയൻ ഇൻഡസ്ട്രിക്ക് അതിൻ്റേതായ ചില റൂൾസും കാര്യങ്ങളും സ്റ്റൈലും കൾച്ചറും ഒക്കെ ഉണ്ട്. അവരുടെ ആ ഒരു എന്താ പറയുക, അവർ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ആ ബോഡി എങ്ങനെയാണ്, അതും കൂടെ അട്രാക്റ്റഡ് ആണ് ഇവർ ഇതിലെന്ന് പറഞ്ഞാൽ. എന്ന് കരുതി അതൊരിക്കലും ഒരു പ്രോസ്റ്റിറ്റ്യൂഷൻ്റെ വെർഷനിലേക്ക് ഇന്നേ വരെ പോയിട്ടില്ല കേട്ടോ. കമൻ്റ് ഇട്ടതെണ്ടി. ഇതിനകത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു സ്ത്രീകളോടുള്ള സമീപനം. BTSനെ സംബന്ധിച്ചിട്ട് പറയുവാണെങ്കിൽ ഇപ്പോൾ BTS സ്ത്രീകളോട് എങ്ങനെ ഇടപെടുന്നു, ഈ രീതിയിലാണ് ഒരു ഗേളിനെ കിട്ടിയ ഫാൻഡത്തിനടുത്ത് ഇങ്ങനെയാണ് ഇടപെടുന്നതെന്നൊക്കെയുള്ള നിങ്ങളുടെ തെറ്റിദ്ധാരണ മാത്രമാണ്. BTS എങ്ങനെയാണ് സ്ത്രീകളോട് ഇടപെടുന്നതെന്ന് അറിയാനായിട്ട് ഇപ്പം പോയി ഗൂഗിളോ അല്ലെങ്കിൽ എന്താ പറയുക ഗൂഗിളോ അതല്ലെങ്കിൽ പിന്നെ എൻസൈക്ലോപീഡിയ ഒന്നും പോയി തരേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അവരുടെ ഫാൻഡുമായിട്ടുള്ളവർക്കറിയാം അവരേത് രീതിയിലാണ് അവർക്ക് സ്ത്രീകളോടുള്ള സമീപനം എന്നുള്ള കാര്യം. പിന്നെ അവർ ഫസ്റ്റ് ടൈമിൽ BTSന്റെ 1-2 ലിറിക്സ് എന്ന് പറഞ്ഞാൽ സ്ത്രീവിരുദ്ധമായിട്ടുള്ള ലിറിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ സ്ത്രീകളോട് അവർക്ക് വെറുപ്പുണ്ട് എന്നുള്ള അർത്ഥത്തിലല്ല. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അവരുടെ ആദ്യത്തെ ആ മ്യൂസിക് വീഡിയോസിൽ അവർ ഏറ്റവും കൂടുതൽ BTS ഇറക്കുന്നത് ആർക്ക് വേണ്ടാന്ന് യുവജനങ്ങൾ, യുവാക്കൾക്ക്, അതായത് തൊഴിലില്ലായ്മ നേരിടുന്ന യുവാക്കൾ, ആൺകുട്ടികൾ സമൂഹത്തിൽ നേരിട്ടുണ്ടായ പ്രശ്നങ്ങൾ, അങ്ങനത്തേക്കാണ് അവരുടെ വീഡിയോസ് മ്യൂസിക്കിൻ്റെ കണ്ടന്റ്സ് എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് അതൊരിക്കലും സ്ത്രീവിരുദ്ധം ആകുന്നില്ല. പിന്നെ RM-നെ സംബന്ധിച്ചിട്ടുള്ള RM ഒരുപാട് സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഫെമിനിസ്റ്റുകളുമായിട്ടുള്ള ഡിസ്കഷൻസ് കാര്യങ്ങൾ, അതുപോലെ തന്നെ എന്താ പറയുക സ്ത്രീകളെ കുറിച്ചുള്ള ശാസ്ത്രവും കാര്യങ്ങളും പഠിക്കുന്ന പ്രൊഫസേഴ്സുമായിട്ട് അദ്ദേഹത്തിന് ഡിസ്കഷൻസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. അതിൻ്റെ ഞാനൊരു പ്രത്യേകം അത് നോട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കണ്ടോ. അതുകൊണ്ട് അതിനുവേണ്ടി തന്നെ ദ പിക്സൽ പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഒരു സംഘടന RM-നെ അതിൻ്റെ ഒരു മെയിൻ പാർട്ടായിട്ട് സെലക്ട് ചെയ്യുകയും ചെയ്തു. അതായത് സ്ത്രീകളോടുള്ള അതിക്രമങ്ങളൊക്കെ തടയുന്നതിനായിട്ട് ഒരു റോൾ മോഡലായിട്ട് BTSന്റെ ലീഡറായിട്ടുള്ള RM-നെ ഈ പറയുന്ന പിക്സൽ പ്രൊജക്റ്റ് എന്ന് പറയുന്ന സംഘടന തിരഞ്ഞെടുത്തിട്ടുമുണ്ട്. ഇനി നിങ്ങൾക്ക് തന്നെ നോക്കാവുന്നേ ഉള്ളൂ. BTSന്റെ ചില വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മെജോറിറ്റി ഓഫ് ടൈം അവർ പ്രാക്ടീസിലായിരിക്കും. അപ്പോൾ അവരുടെ കൂടെ അവർ മെമ്പേഴ്സും ട്രെയിനേഴ്സും ആയിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ അവരുടെ എന്താ ഈ ക്യാമറമാൻ മറ്റത് പറഞ്ഞത് അങ്ങനെ കുറച്ച് പേരുണ്ടാവും. മെജോറിറ്റി ബോയ്സ് ആണ്. പിന്നെ ഇവർ ഷോസിൽ പോകുന്ന സമയത്ത് ഇവരുടെ മേക്കപ്പ്, അതുപോലെ തന്നെ ഡ്രസ്സ്, കോസ്റ്റ്യൂംസ് കാര്യങ്ങളെല്ലാം, ഹെയർ സ്റ്റൈൽ, ഇതൊക്കെ ലേഡീസ് ആയിരിക്കും. അവർക്ക് ആ ലേഡീസിനോടൊക്കെ BTSന്റെ സമീപനം എങ്ങനെയാണെന്നുള്ള കാര്യം ആർമിക്ക് ഓൾറെഡി അറിയാവുന്നൊരു കാര്യമാണ്. BTSന്റെ കൊളീഗ്സ് മീൻസ് ഈ K-pop ഇൻഡസ്ട്രി തന്നെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ലേഡീസ് ഉണ്ടല്ലോ. ബ്ലാക്ക് പിങ്ക് ആയിക്കോട്ടെ, ITZY ആയിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നെ എന്താ മോമോലാൻഡ് ആയിക്കോട്ടെ, ഏത് ലേഡി മ്യൂസിക് ബാൻഡും ഗേൾ മ്യൂസിക് ബാൻഡും ആയിക്കോട്ടെ, അവരോടൊക്കെയുള്ള BTSന്റെ ഓരോ നിലപാടും അവർ തിരിച്ചു കൊടുക്കുന്ന ആ ഒരു റെസ്പെക്റ്റും എല്ലാം നമ്മൾ ഈ യൂട്യൂബിലൂടെ കണ്ടുവരുന്നൊരു കാര്യമാണ്. പിന്നെ ഇപ്പം ഈ കണ്ട വീഡിയോസിലെയൊക്കെ പോലെ തന്നെ BTS ഇപ്പം മെൻ്റലി എക്സ്പോസ്, ഫോർ എക്സാമ്പിൾ ജെഹോപ്പിൻ്റെ ഈ വീഡിയോ ഉണ്ട്, പുതിയ മ്യൂസിക് വീഡിയോയുടെയാണ്. കണ്ടു. ജങ്കുക്കിൻ്റെ ഈ ഒരു വീഡിയോ കൂടെ കണ്ടേ. ഇത് രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ എക്സ്പോസ് ചെയ്യണം, അതിലൂടെ വ്യൂ കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ചിട്ടൊന്നുമല്ല. ആരാണത് ചെയ്യാത്തത്? എക്സ്പോസ് ചെയ്യാത്ത ആരാണ്? സിനിമാ നടന്മാർ തുടങ്ങി ഫുട്ബോളേഴ്സ്, സ്പോർട്സ് താരങ്ങൾ ഉൾപ്പെടെ എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ മോഡലിങ് കാര്യങ്ങൾ എക്സ്പോസിങ് ചെയ്യുന്നതാണ്. വൈ നോട്ട് BTS? എന്തുകൊണ്ട് BTSന് പറ്റുന്നില്ല? അവരുടെ ഭാഗമാണത്. അവർ ഈ മോഡലിംഗ് ചെയ്യുന്നവരാണ്. അതുപോലെ ഒരുപാട് ബ്രാൻഡ് അംബാസഡേഴ്സാണ്. ദാറ്റ്സ് നോട്ട് ഞാൻ എക്സ്പോസിങ്. അതായത് നമ്മൾ കാണുന്നതാണ് ഈ 2013 മുതൽ ഈ നിമിഷം വരെ അവരുടെ ഒരുപാട് മ്യൂസിക് വീഡിയോസ് കാണുന്നതാണ്. ഇന്ന് വരെ എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾ മറ്റേ എന്താ ഡേഞ്ചർ, നോ മോർ ഡ്രിങ്ക്, ബ്ലഡ് സ്വെറ്റ് ടീയേഴ്സ്, ഇതിലൊന്നും BTSന്റെ ഒരു എക്സ്പോസിങ് ടൈപ്പോ ഭയങ്കര സെക്ഷുവാലിറ്റി അർജ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളാരെങ്കിലും ഇപ്പോഴത്തെ ഈ ഒരു മ്യൂസിക് വീഡിയോ കണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ആർമി കാണുമ്പം നിങ്ങൾ ചിലപ്പോൾ കാണുന്ന ഈ ഹോട്ടായിട്ടുള്ള ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷനിൽ BTSനെ ആയിരിക്കും. പക്ഷെ നമ്മൾ കണ്ടതും ഇഷ്ടപ്പെട്ട് വന്നത് ഈ ഒരു BTSനെയാണ്. ഈ ഒരു BTS എന്ന് പറയുമ്പോൾ അവരുടെ സൗന്ദര്യമോ ഈ പറയുന്ന അവരുടെ സ്കിൻ കളറോ അല്ലെങ്കിൽ അവരുടെ ഫാഷനോ അവരുടെ ഹോട്ട് ലുക്കോ ഇതൊന്നും കൊണ്ട് ആരെയും മയക്കുന്നൊന്നുമല്ല. അവരുടെ മനസ്സിൽ നല്ല നല്ല ആശയങ്ങൾ കാണിച്ചുകൊണ്ട് അവരുടെ മ്യൂസിക് വീഡിയോ ഇൻസ്പയർ ചെയ്യിപ്പിച്ചുകൊണ്ട് വന്നവരാണ്. അങ്ങനെയുള്ള BTS ആണ് ഇപ്പോഴും നമ്മുടെ മനസ്സിലുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ ചേട്ടനാണോ ചേച്ചിയാണോ അറിയത്തില്ല, അവർ പറഞ്ഞുകൊണ്ട് തന്നെ ഈ തായ്ലൻഡിലെ പട്ടായയിൽ ടൂറിസ്റ്റുകൾക്കിടയിൽ ഈ ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഓഷ്യൻ സ്കൈ എന്ന് പറയുന്ന ഈ ഒരു ഷോയിൽ വന്ന് എക്സ്പോസ് ചെയ്ത് പെൺപിള്ളേരെയും ഭയങ്കര അട്രാക്ട് ചെയ്ത് ഭയങ്കര ഹോട്ടായിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ട് സമ്പാദിക്കേണ്ട അവസ്ഥയിലേക്ക് BTS വന്നിട്ടില്ല എന്ന് കരുതി ആ ജോലി ചെയ്യുന്ന ആ ബോയ്സ് ബാഡാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് അവരുടെ ജോലിയാണോ, നമ്മൾ റെസ്പെക്ട് ചെയ്യണം. നമ്മുടെ ഇന്ത്യയിലല്ലേ തോന്നിവാസങ്ങൾ ചെയ്യുന്ന ഒരുപാട് പേര് ഉണ്ടല്ലോ. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ഈ ധാരാവി ചെന്ന് കഴിഞ്ഞാൽ ഒരു എന്താ പറയുന്നത് ഒരു 60% അവിടെ ഈ പറയുന്ന കൂട്ട് റെഡ് സ്ട്രീറ്റും പ്രോസ്റ്റിറ്റ്യൂഷനും കാര്യങ്ങളുമാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ
റെഡ് ലൈറ്റ് ഏരിയ ഏതാ നിങ്ങൾക്കറിയാവോ? റെഡ് ലൈറ്റ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് സംഭവം. കൽക്കട്ട ന്യൂസ് എന്ന് പറഞ്ഞ ദിലീപിന്റെ സിനിമ കാണിക്കുന്നുണ്ട്. ഏഷ്യയിലെ ഏറ്റവും വലിയ റെഡ് ലൈറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ സോനാഗച്ചി എന്ന് പറയുന്ന സ്ഥലമാണ്. അത് നമ്മുടെ ഇന്ത്യയിൽ വെസ്റ്റ് ബംഗാളിലുള്ള സ്ഥലമാണ്. കൽക്കട്ടയ്ക്ക് അടുത്താണ് ആ സോനാഗച്ചി എന്ന് പറയുന്നത്. അത്രയും വലിയ ഏഷ്യയിലെ ഏറ്റവും വലിയ റെഡ് സ്ട്രീറ്റും റെഡ് ലൈറ്റ് ഏരിയ ഉള്ള നമ്മുടെ ഇന്ത്യക്കാരും മറ്റൊരു രാജ്യത്തിനെ ഈ രീതിയിൽ വിലയിരുത്തുക എന്ന് പറയുമ്പോൾ നമ്മുടെ യോഗ്യത അവർ തിരിച്ചു വയ്ക്കുക. സോനാഗച്ചി നിങ്ങളുടെ ഇന്ത്യയിലല്ലേ, ഏഷ്യയിലെ ഏറ്റവും വലിയ റെഡ് സ്ട്രീറ്റ് ആണെന്ന് പറയും. അപ്പോൾ ഇങ്ങനെയൊക്കെ പോയി കമൻറ്റ് ഇടുമ്പം ഒന്ന് ചിന്തിക്കണം അതൊക്കെ ഏത് ലെവലിലോട്ട് വരുമെന്ന്. പിന്നെ ഈ തായ്ലൻഡിലുള്ള ഈ ആളുകൾ അവരുടെ ജോലി ചെയ്യുന്നു, BTS അവരുടെ ജോലി ചെയ്യുന്നു. ആസ് എ BTS ആർമി എനിക്ക് ഇതിനെ പ്രതികരിച്ചേ പറ്റുള്ളൂ എന്ന് തോന്നിയുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. പിന്നെ നിങ്ങൾ ഇതിനെ പോസിറ്റീവായിട്ട് എടുക്കുന്നവർക്ക് പോസിറ്റീവായിട്ട് എടുക്കാം, നെഗറ്റീവായിട്ട് എടുക്കുന്നവർ നെഗറ്റീവായിട്ട് എടുക്കാം. എന്താ പറയുക, ഞാൻ അതിനെ സംബന്ധിച്ചിട്ട് ഒരിക്കലും ഒരു ഇത് പറയില്ല. എനിക്ക് പറയാനുള്ള എൻ്റെ ആശയം ഞാൻ ഇവിടെ പറയുന്നു എന്ന് മാത്രം. പിന്നെ ഇത്രയും കാര്യം പറഞ്ഞു കൊടുത്ത ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ ഒരുപാട് എല്ലാ വർഷവും ചാരിറ്റി പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഈ വർഷം നമ്മൾ ആനിവേഴ്സറിക്ക് ചാരിറ്റിയോ പ്രോഗ്രാംസ് ഒന്നും കണ്ടക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് പകരമായിട്ട് വന്നതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. നമുക്കിപ്പോൾ ഒരു ആവശ്യമുണ്ട്. നമ്മുടെ കൂടെയുള്ളൊരു ആർമി കൊച്ചിൻ്റെ അച്ഛൻ ഹാർട്ട് ബ്ലോക്കായിട്ട് ICUവിൽ കിടക്കുവാണ്. ഒരു 4 ലക്ഷം രൂപ ആവശ്യമുണ്ട്. കുറച്ച് പൈസയൊക്കെ അവളും അമ്മയും കൂടെ കുറച്ച് സ്വരൂപിച്ചൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ പിരിവും കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്. ഇപ്പം നമുക്ക് എന്താ പറയുക, ബാട്ടർ കഫേ, ബാങ്ക് ഗേൾസ് അങ്ങനെയൊക്കെ പറഞ്ഞ കുറച്ച് ഗ്രൂപ്പുകൾ വേറെ ഉണ്ടല്ലോ കേരളത്തിൽ. അവരെല്ലാവരും അവരുടേതായ രീതിയിൽ പൈസ പിരിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്നെ ട്രസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം. കുറേ കാലമായിട്ട് ഞാൻ നിങ്ങൾക്കൊപ്പം ഉള്ളതാണ്. ആ കൊച്ചിൻ്റെ കൈകളിലെ ആ പൈസ എത്തുള്ളൂ. എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ ഈ തരുന്ന സ്കാനറിലോ അതല്ലെങ്കിൽ ഈ ഗൂഗിൾ പേ നമ്പറിലോ നിങ്ങളുടെ സഹായം, നിങ്ങളാൽ കഴിയുന്നൊരു സഹായം ഏർപ്പെടുത്തുക. ഒരാളുടെ ചികിത്സയ്ക്ക് വേണം. ഇന്ന് നമുക്ക് ഈ ഒരു അവസ്ഥ വന്ന് ആ കുട്ടിയുടെ അച്ഛന് വേണ്ടിയിട്ട് നമ്മൾ സഹായിച്ചാൽ നാളെ എന്തെങ്കിലും ഒരു ആവശ്യം നിങ്ങൾക്കിടയിൽ വന്നാലും ഞങ്ങളെ കൊണ്ട് സഹായിക്കാൻ പറ്റും. വലിയ രീതിയിലല്ല, പറ്റുന്ന രീതിയിൽ സഹായിക്കാൻ പറ്റുന്നൊരു ഉറപ്പുണ്ട്. അപ്പോൾ മുമ്പ് വീഡിയോസിനെ കുറിച്ച് പറഞ്ഞൊന്നും നിങ്ങളെ ഉപദേശം നന്നാക്കാനോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാവരും ഇപ്പോഴത്തെ പിള്ളേരെന്ന് പറഞ്ഞാൽ ഞങ്ങളെപ്പോലെ 25-ാം വയസ്സിൽ മെച്യൂരിറ്റി എന്നാകും എന്നോർത്ത് ചിന്തിക്കുന്നവരല്ല. നേരെ മറിച്ച് അവരൊരു 13 വയസ്സ് മുതൽ തന്നെ ജീവിക്കാൻ പ്രാപ്തരായിട്ടുള്ളവരാണ്. അപ്പം അവരുടെ നമുക്ക് ഉപദേശങ്ങളുടെയും കാര്യങ്ങളുടെയും കാര്യമില്ല അല്ലേ. അവർക്കറിയാം ശരിയെന്നാണ് തെറ്റാണ് എങ്ങനെ പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ. അത് അവരുടെ ജനറേഷനിൽ ജീവിക്കുന്നു. അതിലേക്ക് നമ്മൾ കൈകടത്തേണ്ട ആവശ്യമില്ല. എന്നാലും നമ്മുടെ ആസ് എ സിസ്റ്റേഴ്സ് എന്നൊക്കെ ഉള്ള നിലയ്ക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുന്നത് നിങ്ങൾ വലിയ കാര്യമാക്കേണ്ട ആവശ്യമില്ല. ഇതിൽ കേട്ടിട്ട് ഇതിൽ വിടുവോ, അല്ലെങ്കിൽ ഇതിൽ കേട്ടിട്ട് ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കുവോ, അതല്ലെങ്കിൽ ഇതിലെ കേൾക്കാതെ ഇതിനകത്ത് വല്ലതും തിരികെ വെക്കുമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്, സൈൻ യു.